കുറുവാ സംഘം പറവൂരിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയം. എറണാകുളം പറവൂരിൽ കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. കുമാരമംഗലത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ 2 പേർ അടങ്ങിയ സംഘം എത്തിയതിൻ്റെ ദൃശ്യമാണ് കിട്ടിയത്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി കുറുവാ സംഘത്തിൻ്റെ മേൽവിലാസത്തിൽ മറ്റ് ചെറുകിട മോഷ്ടാക്കൾ ഇറങ്ങിയതാണോ എന്നും വേണമെങ്കിൽ സംശയിക്കാം. കാരണം കുറുവാ സംഘമാണല്ലോ ഇപ്പോൾ ഈ കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി കിടക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഈ കുറുവാ സംഘം എത്തിയെന്ന് പറയുന്ന വീട്ടിലാണോ ഇപ്പോൾ വിഷ്ണു ഉള്ളത്? എസ് കെ, ഞാൻ അവിടെയാണുള്ളത്. കുമാരമംഗലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലെ CCTVയിലാണ് ഈ 2 മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ പ്രദേശത്തെ 5-ലധികം വീടുകളിൽ ഇവർ എത്തിയിട്ടുണ്ട്. അതിന് കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. രണ്ടിൽ കൂടുതൽ ആളുകൾ ഈ സംഘത്തിലുണ്ട് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടുത്തെ ആളുകൾ വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളൊക്കെ ധാരാളമായുള്ള ആളുകൾ പ്രദേശമാണിത്. അതുകൊണ്ട് അവരൊക്കെ ആശങ്കയിലാണ്. ഇവിടെ നമ്മളോടൊപ്പം ഈ നാട്ടുകാരുണ്ട്. ഈ മോഷണ ശ്രമം നടന്ന വീട്ടിലെ ആളുകളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. ചേച്ചി, എപ്പോഴായിരുന്നു വീട്ടിലേക്ക് എത്തിയത്? വീട്ടിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങുമായിരുന്നു? ശബ്ദം കേട്ട് പുറത്തിറങ്ങായിരുന്നു. 13-ാം തീയതിയാണ് വെളുപ്പിന് 2:20 ആയിട്ടുണ്ടാവും. പക്ഷേ ശബ്ദം കേട്ടപ്പോഴാണ് നമ്മൾ ലൈറ്റ് ഇട്ട് സമയം നോക്കിയപ്പോൾ 2:20 ആയിട്ടുണ്ടായിരുന്നു 13-ാം തീയതി. വാതിൽ ഇങ്ങനെ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കി, അപ്പോഴാണ് കുറ്റി ഊരിയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടത്. ഒരു വീട്ടിലെ മോഷണ ശ്രമത്തിന്റെ കാര്യമാണ് ആ ചേച്ചി വിശദീകരിച്ചത്. കൗൺസിലർ നമുക്കൊപ്പം ചേരുന്നു. ചേച്ചി, ആശങ്കയിലാണോ? ആളുകളൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ മോഷണം നടന്നിട്ട് ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ ചേച്ചിന് തന്നു. ഇപ്പം നമ്മുടെ ഈ വാർഡിൽ 6 സ്ഥലത്താണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതിനോടൊപ്പം തന്നെ വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ വൈകുന്നേരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കാരണം നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള ആ ബാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെപ്പോലെയുള്ള ചാനലുകൾക്ക് ഏറ്റവും ഒരു മാധ്യമത്തിലെത്തിക്കാൻ ഇത് പറ്റും. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതായത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോഴും ഇത് പോലീസിന് സ്ഥിരീകരിക്കാനാകുന്നില്ല ആരാണ് ഇതിന് പിന്നിലെന്ന്. ആ ദൃശ്യങ്ങൾ നടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. കാരണം 2 പേർ അർദ്ധ നഗ്നരായി വരുന്നു. അവർ ഈ വീടുകൾ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കയ്യിൽ ആയുധമുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് വയോജനങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്ന മോഷണ ദൃശ്യങ്ങളെക്കുറിച്ചാണ്, മോഷണ ശ്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ചേച്ചി എഴുന്നേറ്റതുകൊണ്ടാണ് ആ വീടിനകത്തേക്ക് അവർക്ക് കയറാൻ പറ്റാതിരുന്നത്. അങ്ങനെ ഈ പറവൂർ കുമാരമംഗലം ഭാഗത്ത് കുറുവാ സംഘം എന്ന് സംശയിക്കുന്നത്, സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്, കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന ആളുകളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. 6 വീടുകളിലാണ് ഇതിനോടകം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 3 വീടുകളുടെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. കൂടുതൽ ഇടങ്ങളിലേക്ക് ഇവർ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് കൃത്യമായി ഇടപെടണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആശങ്കയുണ്ട് SK ഇവർക്ക്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘമാണല്ലോ ഈ കുറുവാ സംഘം എന്ന് പറയുന്നത്. ഈ സംഘത്തെക്കുറിച്ച് ഈ പറവൂർ ഭാഗങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം തുടങ്ങിയോ? ഇവർ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലെ ആളുകൾ പോലീസിൽ പരാതി നൽകി, വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കുറുവാ സംഘമാണോ എന്ന് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ ആലപ്പുഴയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങൾക്ക് സമാനമാണ് ഈ പറവൂരിൽ നിന്ന് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളും ആ ദൃശ്യങ്ങളിലുള്ള അവരുടെ വേഷവിധാനങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് പ്രാഥമികമായി ഒരു കുറുവാ സംഘം എന്ന രീതിയിലാണ് പോലീസ് വിലയിരുത്തുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക സംഘങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ സംഘങ്ങൾ കുറുവ വേഷധാരികളായി വന്ന് മോഷണം നടത്താൻ ശ്രമിച്ചതാണോ എന്ന് പോലീസിന് ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത് പോലീസാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളും സ്ത്രീകളുമുള്ള പ്രദേശമാണ് ഇവിടെ. അത്തരം വീടുകൾ കേന്ദ്രീകരിച്ച് ഇവർ കൃത്യമായി എത്തുന്നു എന്നാണ്. അതായത് രാവിലെ നടന്ന ഈ സ്ഥലങ്ങളെല്ലാം കണ്ടുവച്ച ശേഷം രാത്രി ആളില്ല എന്ന് ഉറപ്പിച്ച് കയറുന്നതാണ് ഇവരുടെ ഒരു രീതി എന്നാണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവർ രക്ഷപ്പെടാനുള്ള പഴുതടക്കം രാവിലെ എത്തി നോക്കി വെച്ച ശേഷമാണ് ഈ മോഷണം ശ്രമം നടത്തുന്നത്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളുടെ കാര്യങ്ങളൊക്കെ പോലീസ് പ്രത്യേകം പരിഗണിക്കണം. രാത്രി സമയങ്ങളിൽ കൂടുതൽ പെട്രോളിംഗ് നടത്തണം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട സമയം 13-ാം തീയതിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. ഇപ്പോൾ 15-ാം തീയതിക്ക് അപ്പോഴും പോലീസിനൊരു ക്ലൂവും ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് ആരാണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പാണ്. സ്ക്രീനിന്റെ വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നത്
ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യം, അതുപോലെ ഇടതുഭാഗത്ത് കാണുന്നത് പറവൂരിൽ നിന്നുള്ള സംഘം. ഈ രണ്ട് സംഘങ്ങളും ഒന്നാണോ എന്ന് സംശയം തോന്നുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. യഥാർത്ഥത്തിൽ ഈ കുറുവാ സംഘം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മോഷണ സംഘമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും കുറുവാ സംഘത്തിലെ ആളുകൾ തന്നെയാണോ എന്ന് പോലീസ് ഇപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. എന്നാൽ ഈ ഇത്തരം സംഘങ്ങൾ കേരളത്തിലേക്ക് ഈ സംഘടിതമായ മോഷണം നടത്തുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷണ സംഘങ്ങൾ കേരളത്തിൽ എത്താൻ തുടങ്ങിയിട്ടുള്ളത് ഒരു പുതിയ വാർത്തയല്ല. ഒരുപാട് കാലമായി ഇവർ കേരളത്തിൽ പല സംഘവും എത്താറുണ്ട്. എന്നാൽ നമ്മൾ വളരെ വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധയോടെ പോലീസ് സംവിധാനം പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സംഘത്തെ പിടിക്കാൻ കഴിയും. താങ്ക് യു വിഷ്ണു സുരേഷ്.